പാലക്കാട് മത്തായി അച്ഛന്റെ 150-ാം ജന്മദിന ആഘോഷ പരിപാടികളിലേക്ക് ഏവർക്കും കൃത്യമായ शरण तिहारे आए, शरण तिहारे आए। हे परमेश्वर हे प्राणेश्वर, हे परमेश्वर हे प्राणेश्वर, नमन करें हम स्वामी। शरण तिहारे आए, शरण तिहारे आए। मालिक तू है स्वामी, तू इस जग का विधाता। तू है मालिक तू है स्वामी, तू इस जग का विधाता। तुझको पाए तुझको निहारे, जीवन में सुख पाए, जीवन में सुख पाए। शरण तिहारे आए, शरण तिहारे आए। दीपक तू उजियारा, उज्ज्वल करता जीवन। तू ही दीपक उजियारा, उज्ज्वल करता जीवन। नमन करे हम गाए गुणगान, नमन करे हम गाए गुणगान। तू इस जग का स्वामी, तू इस
शरण तिहारे आए। शरण तिहारे आए। हे परमेश्वर हे प्राणेश्वर, नमन करे हम स्वामी। शरण तिहारे आए। शरण तिहारे आए। शरण तिहारे आए। കദളിക്കാട്ടിൽ പ്രിയതാര, മുറിവേറ്റവരുടെ സമറായ, പരിപാവനമാമങ്ങേ സവിധം തേടി വരുന്നു ഞങ്ങൾ. മാതാവിൻ മൊഴികളിലൂടെ വേദോക്തികളുടെ വെളിപാടിൽ സാത്വിക സരണി വരിച്ചവനെ, തിരുസഭ തൻ പൊൻതാരകമേ. സ്നേഹയാത്ര തീർത്ഥയാത്ര, ശാന്തി തരുന്നൊരു യാത്ര. ഈശോയുടെ ഹൃദയത്തിന് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഏപ്രിൽ 25. ഈ നല്ല ദിനത്തിൻ്റെ നന്മകൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം ഈ കലാവിരുന്നിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതവും. 1872 ഏപ്രിൽ 25 ഒരു വിശുദ്ധ ജന്മത്തിന്റെ ഓർമ്മ ദിനം. തിരുഹൃദയ സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകൻ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛന്റെ 150-ാം ജന്മദിനം തിരുഹൃദയ സന്യാസി സമൂഹത്തിനും ആഗോള സഭയ്ക്കും പാലാരൂപതയ്ക്കും കദളിക്കാട്ടിൽ കുടുംബത്തിനും ഇടപ്പാടി കൊച്ചി ഗ്രാമത്തിനും ഏറെ സന്തോഷവും സംതൃപ്തിയും പകരുന്ന, അഭിമാനവും ആനന്ദവും നൽകുന്ന, ഉത്സാഹവും ഉണർവും പ്രദാനം ചെയ്യുന്ന ഒരു പൊൻസുദിനം. ധന്യൻ മത്തായി അച്ഛന്റെ ഈ ജന്മദിനം മക്കൾക്കെല്ലാം ആഘോഷത്തിന്റെ, കൃത്യതാ പ്രകാശനത്തിന്റെ ഒരു അവസരമായി മാറണം. കോവിഡ് മഹാമാരിയുടെ 2ാം തരംഗത്തിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ കടന്നുവരുന്ന ഈ 2ാം തരംഗം മനുഷ്യ മനസ്സുകളിൽ ഏറെ അസ്വസ്ഥതകളും ആകുലതകളും അവശേഷിപ്പിക്കുന്നു. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു തിരിവട്ടത്തിനായി മനുഷ്യ മനസ്സ് തേടുകയാണ്. സങ്കീർത്തനം 46:1 ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുരക്ഷിതമായ അഭയകേന്ദ്രമാണ്. ഉദ്ധിതനായ ഈശോ നൽകുന്ന സമാധാനം അസ്വസ്ഥമായിരിക്കുന്ന മനസ്സുകളിലേക്ക് ശാന്തതയും സ്വസ്ഥയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ഥാപകപിതാവ് ധന്യൻ മത്തായി അച്ഛന്റെ മധ്യസ്ഥത്തിലൂടെ
ദൈവകരുണ ലോകം മുഴുവനിലേക്കും പെയ്തിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതവും പ്രവർത്തനങ്ങളുമെല്ലാം തിരുഹൃദയ മഹത്വം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലൊതുക്കി ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാർദ്ര സ്നേഹം ഏവരിലേക്കും വിശിഷ്യ സമൂഹത്തിന്റെ അരികളിൽ നിൽക്കുന്നവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നടന്നു നീങ്ങിയ പുണ്യചരിതനായ മത്തായിയച്ചന്റെ സൂര്യസമ്പന്നമായ വിശുദ്ധ ജീവിതത്തെ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. സുഭാഷിതം 3:3 നാം ഇങ്ങനെ വായിക്കുന്നു: കരുണയും വിശ്വസ്തതയും നിന്നെ പിടിയാതിരിക്കട്ടെ, അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയും സൽകീർത്തിയും നേടും. ഈ സുഭാഷിത വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന് 100% വിശ്വസ്തയോടെ സാക്ഷി നൽകി കടന്നുപോയ ഒരു പുണ്യ പിതാവായിരുന്നു ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ. ജോൺ 10:11 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു. നല്ല ഇടയനായ ഈശോയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് തന്റെ ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കിയ ഒരു പുണ്യാത്മാവായിരുന്നു ധന്യൻ മത്തായിയച്ചൻ. ഈശോ പറയുന്ന നല്ല ഇടയന്റെ എല്ലാ ചെയ്തികളും പുണ്യപിതാവിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുവാൻ തക്കവിധം അത്രമേൽ അറിവുണ്ടായിരുന്ന ഒരു നല്ല ഇടയൻ. ഉള്ളിലെ വേദനയും ദുഃഖവും തൊട്ടറിഞ്ഞ ഒരു ഇടയൻ. ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരോട് ചേർന്ന് നിന്നവൻ. അവരുടെ സമഗ്ര വിമോചനത്തിനായി കഠിനാധ്വാനം ചെയ്തവൻ. പിന്നാമ്പുറങ്ങളിൽ നിന്നവരെയും സമൂഹം അകറ്റി നിർത്തിയവരെയും തന്നോട് ചേർന്ന് നിർത്തിയവൻ, അവരോട് ചേർന്ന് നിന്നവൻ. ഇതായിരുന്നു ധന്യൻ മത്തായിയച്ചൻ. തന്റെ യജമാന ശുശ്രൂഷയിലൂടെ അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് ജീവന്റെ വെളിച്ചം പകർന്ന ധന്യൻ മത്തായിയച്ചന്റെ ഇടയ ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ ഇങ്ങനെ സമാഹരിക്കാം: അദ്ദേഹം ഒരു നല്ല ശമറായനായിരുന്നു. 21ാം നൂറ്റാണ്ടിൽ കാരുണ്യത്തിന് ശബ്ദമായി ലോകജനതയെ ആകർഷിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ദർശനങ്ങളും പ്രബോധനങ്ങളും ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കരുണയുടെ പ്രവാചകനാണ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ. കാരുണ്യത്തിന് നിറമങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കരുണാർദ്ര സ്നേഹത്തിന്റെ പ്രവാചകരാകുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എവരെയും ക്ഷണിക്കുമ്പോൾ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കരുണാർദ്ര സ്നേഹത്തിന്റെ കയ്യൊപ്പുയർത്തി കടന്നുപോയ ഒരു പുണ്യാത്മാവാണ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ. അദ്ദേഹത്തെ നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ അനുസ്മരിക്കാം. ആ പുണ്യപിതാവിന്റെ പിറവിയിൽ എത്രയോ കുടുംബങ്ങൾ അനുഗ്രഹീതമായി, എത്രയോ ജീവിതങ്ങൾ ധന്യമായി, എത്രയോ അനാഥർ സനാഥരായി, എത്രയോ വയോവൃദ്ധർ സുരക്ഷിതരായി. അക്ഷരജ്ഞാനത്തിൽ നിറഞ്ഞിരുന്ന അക്ഷയജ്ഞാനം കരഗതമാക്കിയവർ എത്രയോ പേർ. എത്രയോ ഹരിജനങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവന്നു. എത്രയോ കന്യകമാർ കർത്താവിന് സ്വന്തമായി. ഏതെല്ലാം ദിക്കുകളിലേക്കും ദേശങ്ങളിലേക്കും ദൈവരാജ്യ വേലയ്ക്കായി തിരുഹൃദയ സന്യാസിനികൾക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ചു. ഈ 150ാം ജന്മദിനത്തിൽ ഹൃദയത്തിലും അതിരത്തിലും നന്ദിയുടെ നിറപുഷ്പങ്ങൾ മാത്രം. അവർണ്ണനീയമായ ദാനത്തിന് ദൈവമേ അവിടത്തേക്ക് നന്ദി. മാർക്കോസ് 8:2 ഈ ജനക്കൂട്ടത്തിന് മേൽ എനിക്ക് അനുകമ്പ തോന്നുന്നു. സ്ഥാപകപിതാവ് ധന്യൻ മത്തായിയച്ചനെ ചിന്തിപ്പിച്ചതും ചലിപ്പിച്ചതും
ജ്വലിപ്പിച്ചതും ഈ തിരുവചനമായിരുന്നു. ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുവാൻ വേണ്ടി തിരുസക്രാരിയുടെ മുമ്പിൽ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രത്യുത്തരമായിരുന്നു തിരുഹൃദയ സന്യാസി സമൂഹം എന്ന സ്നേഹകൂടാരം. ഈ സ്നേഹകൂടാരത്തിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിലൂടെ പിതാവായ ദൈവത്തിന് നിരന്തരമായ ആരാധനയും സ്തുതിയും പരിഹാരവും കൃതജ്ഞതയും ഉയരണം. ആ തിരുഹൃദയത്തിൽ നിന്നും അനുഭവവേദ്യമാകുന്ന ജീവനും കരുണയും സ്നേഹവും അജ്ഞരും അനാഗതരും അഗതികളും ആലംബിതരുമായവരിലേക്ക് ചാലുപറ്റാതെ പകരണം. മുഖംനോട്ടമില്ലാതെ ഏവരിലേക്കും കരുണ പകരണം. ഇതായിരുന്നു തിരുഹൃദയ സമൂഹത്തെക്കുറിച്ച് സ്ഥാപകപിതാവിനുണ്ടായിരുന്ന സ്വപ്നം. ലൂക്ക 6:36 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സർവോപരി തന്റെ ജീവിത മാതൃക കൊണ്ടും ഈശോയുടെ തിരുഹൃദയത്തിന്റെ അളവറ്റ സ്നേഹവും കരുണയും തന്റെ മക്കൾ അനുഭവിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും പുണ്യപിതാവ് തന്റെ മക്കളെ പഠിപ്പിച്ചു. തിരുസക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും ദീപബലിയിലുള്ള സജീവമായ ഭാഗഭാഗിത്വത്തിലൂടെയും അനുദിന ധ്യാനത്തിലൂടെയും ആത്മീയാനുഷ്ഠാനത്തിലൂടെയും ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ട് വളരണമെന്ന് പുണ്യപിതാവ് തന്റെ മക്കളെ പഠിപ്പിച്ചു. ഒപ്പം ദൈവപ്രതിഭകളായ സാധു സഹോദരങ്ങളുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധിച്ചു കൊടുക്കുക തിരുഹൃദയ മക്കളുടെ മുഖമുദ്രയാകണമെന്നും പുണ്യപിതാവ് തന്റെ മക്കളെ ഉപദേശിച്ചു. മത്തായി 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈശോയുടെ തിരുഹൃദയത്തോട് തിരുസക്രാരിയോട് ചേർന്നിരുന്നുകൊണ്ട് അവിടുത്തെ ശാന്തതയും വിനീതഭാവവും സ്വന്തമാക്കിയ തന്മത്തായിയച്ഛൻ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെയാക്കണമേ എന്ന പ്രാർത്ഥന സ്വന്തം ജീവിതമന്ത്രമായി സ്വീകരിച്ചു. സ്വഭാവസ്ഥ സ്വീകരണത്തിന് ഒരുങ്ങിയ അധ്യയനികളോട് പുണ്യപിതാവ് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ മണവാട്ടികളാകുവാനായിരിക്കണം. അതിനായി തൊഴിക്കോട് മുതൽ ഗാവിൽത്ത വരെ ഈശോ കാണിച്ചു തന്ന പാഠം നന്നായി പഠിച്ചുകൊള്ളണം. അനാഥ കുഞ്ഞുങ്ങളെയും വൃദ്ധജനങ്ങളെ പരിഹരിച്ചിരുന്ന തന്റെ മക്കളോട് പുണ്യപിതാവ് പറഞ്ഞു, അനാഥ കുട്ടികളെ സ്വന്തം മക്കളെ പോലെയും വയോവൃദ്ധരെ സ്വന്തം മാതാപിതാക്കളെ പോലെയും നിങ്ങൾ പരിചരിക്കണം. തന്റെ സന്യാസ സമൂഹത്തിലെ മക്കളിൽ ആത്മീയതയും അപ്പസ്തോലികതയും ഒന്നുപോലെ നിറഞ്ഞു നിൽക്കണമെന്ന് ആ പുണ്യപിതാവ് ആഗ്രഹിച്ചിരുന്നു. 1911 കേവലം 10 അംഗങ്ങളോടെ വളരെ എളിയ രീതിയിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം സ്ഥാപകപിതാവിന്റെ ശക്തിയേറിയ മധ്യസ്ഥത്താൽ അത്ഭുതകരമാംവിധം വളർന്ന് വികസിച്ചു. 11 പ്രൊവിൻസുകളിലും ഒരു റീജിയനിലുമായി 3530 സിസ്റ്റേഴ്സ് സ്വദേശത്തും വിദേശത്തുമായി ഈശോയുടെ കരുണാടക സ്നേഹത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തങ്ങളുടെ സമർപ്പിത ജീവിതം സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് ഭാവാത്മകമായി പ്രത്യതിരിച്ചുകൊണ്ട് ദൈവരാജ്യ വേലയ്ക്കായി തങ്ങളുടെ സാന്നിധ്യവും സേവനവും ആവശ്യമായ ഇടങ്ങളിലേക്ക് സാഹസികതയോടെ കടന്നു ചെല്ലുവാനാണ് തന്നെ മത്തായിയച്ഛൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഈശോയുടെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനോടൊപ്പം ഓരോ ഹൃദയസിനും ഉറക്കെ ഉദ്ഘോഷിക്കുവാൻ സാധിക്കണം. അതിനുള്ള ശക്തിയും കരുത്തും
ഈ പുണ്യദിനത്തിൽ സ്ഥാപകപിതാവിനോട് ചോദിച്ചു വാങ്ങാം. സ്ഥാപകപിതാവിനെ കഴിവതും വേഗം അൾത്താരയിലെ വണക്കത്തിന് അർഹനാക്കണമേ എന്ന് തീഷ്ണതാപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥാപകപിതാവ് ഏത് ലക്ഷ്യത്തിനു വേണ്ടി തിരുഹൃദയ സന്യാസി സമൂഹത്തിന് രൂപം കൊടുത്തുവോ ആ ലക്ഷ്യവും ചൈതന്യവും ആ സിദ്ധിയും മാർഗവും വിശ്വസ്തയോടെ പിന്തുടരുമെന്നുമുള്ള നമ്മുടെ ഉറച്ച തീരുമാനവും നമ്മുടെ ഹൃദയത്തിന്റെ സന്നദ്ധതയും ഈ 150-ാം ജന്മദിനത്തിൽ പിതാവിന്റെ സവിധയെ സമർപ്പിച്ച് തിരുഹൃദയ സന്യാസി സമൂഹത്തിലെ 3530 അംഗങ്ങളും ഒന്നിച്ച് പുണ്യപിതാവിന് ജന്മദിന ആശംസകൾ നേരാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പൂത്തുനിൽക്കും ധന്യപുഷ്പം നീ, തിരുഹൃദയ സഭ വിരിഞ്ഞ പുണ്യവൃക്ഷം നീ. അശരണർക്കും ആകുലർക്കും സങ്കേതം നീ, അഗതികൾ തൻ സ്നേഹിതനായി അഭയമായി നീ. തിരുവിലാവിൽ പൂത്തുനിൽക്കും ധന്യപുഷ്പം നീ, തിരുഹൃദയ സഭ വിരിഞ്ഞ പുണ്യവൃക്ഷം നീ. അശരണർക്കും ആകുലർക്കും സങ്കേതം നീ, അഗതികൾ തൻ സ്നേഹിതനായി അഭയമായി നീ. പൂജനാം താത ധന്യന്മത്തായ ചാലങ്ങളെ, യേശുവിൻ പരിശുദ്ധിയിൽ നീ കാത്തുകൊള്ളണമേ. പൂജനാം താത ധന്യന്മത്തായ ചാലങ്ങളെ, യേശുവിൻ പരിശുദ്ധിയിൽ നീ കാത്തുകൊള്ളണമേ. പദമപഗമരീരി ധതരീരി സാപാ നീധ പദമകരിത. പാലാതൻ പാലൊളിയായി പിറന്നുവല്ലോ, പാരിൻ്റെ ദീപമായി തെളിഞ്ഞുവല്ലോ. പാലാതൻ പാലൊളിയായി പിറന്നുവല്ലോ, പാരിൻ്റെ ദീപമായി തെളിഞ്ഞുവല്ലോ. പാപികൾ തൻ സ്നേഹിതനായി പാവങ്ങൾക്കാശ്രയമായി അപരനിൽ
മഗമരീരി ധതരീരി സാപാ നീധ പദവ മകരിത കരുണാർദ്ര സ്നേഹത്തിൻ കാവലാളായി കഠിന പാപികളെ പോലും നേർവഴി ചേർത്തു കരുണാർദ്ര സ്നേഹത്തിൻ കാവലാളായി കഠിന പാപികളെ പോലും നേർവഴി ചേർത്തു ആത്മരക്ഷയിലുത്സുകനായി ആത്മാക്കൾക്കായി നിത്യം ത്യാഗമോടെ പ്രാർത്ഥിച്ച പുണ്യാത്മാവേ പൂജനാം താത ധന്യന്മത്തായ ചാനങ്ങളെ രോഗപീഠകളിൽ നിന്നും കാത്തുകൊള്ളണമേ പൂജനാം താത ധന്യന്മത്തായ ചാനങ്ങളെ രോഗപീഠകളിൽ നിന്നും കാത്തുകൊള്ളണമേ തിരുവിലാവിൽ പൂത്തുനിൽക്കും ധന്യപുഷ്പം നീ തിരുഹൃദയ സഭ വിരിഞ്ഞ പുണ്യവൃക്ഷം നീ അശരണർക്കും ആകുലർക്കും സങ്കേതം നീ അഗതികൾ തൻ സ്നേഹിതനായി അഭയമായി നീ പൂജനാം താത ധന്യന്മത്തായ ചാനങ്ങളെ യേശുവിൻ പരിശുദ്ധിയിൽ നീ കാത്തുകൊള്ളണമേ പൂജനാം താത ധന്യന്മത്തായ ചാനങ്ങളെ പാപവഴിയിൽ വീഴാതെ കാത്തുകൊള്ളണമേ പൂജനാം താത ധന്യന്മത്തായ ചാനങ്ങളെ രോഗപീഠകളിൽ നിന്നും കാത്തുകൊള്ളണമേ
ആധുനികതയുടെ അതിപ്രസരണത്താൽ മനുഷ്യത്വം മരവിച്ച് ലൗകിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പരക്കം പായുന്ന മനുഷ്യജന്മങ്ങൾ, പാഴ്ജന്മങ്ങളെന്ന് മുദ്രകുത്തി സമൂഹം നോക്കിക്കാണുന്ന കൊച്ചു ജീവിതങ്ങളെപ്പോലും പിച്ചു ചിന്തുവാൻ വെമ്പൽ കൊള്ളുന്നവർ, ഇവർക്കിടയിൽ വേദനയുടെ നെരിപ്പോടെരിയുന്ന ഹൃദയവുമായി പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവുമായി, അതെ, നേരിന്റെ നേർക്കാഴ്ചകളുമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നു ഇടുക്കി SH നവജ്യോതി പ്രോവിൻസിലെ പോസ്റ്റ് ലെൻസ്. കൊല്ലേണ്ടതെങ്ങനെ കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെയമ്മ തപിച്ചിടുന്നു. ഓ ഏരണം കെട്ടവൾ, നേരം എടുത്തില്ല, കുളിച്ചൊരുങ്ങി വന്നിരുന്നു. ഉമ്മറത്ത് തന്നെ അപശകുനം. പോരാത്തതിന്റെ അപശബ്ദവും. ഇങ്ങനെ ഒരു കുരുത്തം കെട്ടത് ഈ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചുവല്ലോ. അമ്മേ, എന്താ ഇത്? സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള്? തിരിതയ കാട്ടിക്കൂടെ അവളോട്? എത്രയെന്ന് വെച്ചാ ഞാൻ എന്റെ കുട്ടിയെ ആ ഇരുട്ടുമുറിയിലിട്ട് പൂട്ടുക? തിരി വെളിച്ചം കാണട്ടെ അവള്. കാട്ടിക്കോ കാട്ടിക്കോ, വെളിച്ചം കാട്ടിക്കോ. വെളിച്ചം തിരുത്തേണ്ട ഒരു സാധനം. പൊട്ടിച്ചിരിച്ചു മിഴി ചുറ്റിയുഴന്ന് കുഞ്ഞിൻമുട്ടിൽ പിളർത്തിയ ധരങ്ങൾ ഒഴിഞ്ഞിടുന്നു. മർത്യന്റെ ഭാഷകളിലൊന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റു വിളിച്ചിടുമ്പോൾ അമ്മയ്ക്കു മാത്രമറിയുന്നൊരു ഭാഷ. എനിക്കിതിന് വെള്ളം തരാൻ. അതിന് ഇവൾക്ക് ഞാനൊരു പ്രശ്നമല്ലല്ലോ. 24 മണിക്കൂറും ഈ അശ്ലീലത്തിനെ നോക്കാനല്ലേ ഇവൾക്ക് സമയമുള്ളൂ. കൊണ്ടുപോടി അകത്ത് ഈ നശൂലത്തിന്. ഓ, എങ്ങനെ ഇരുന്നതാ എന്റെ മോൻ. ഈ മൂതേവി വന്ന് കയറി ഈ പരുവത്തിനായി. പോയി പോയി അകത്തെ കാണിച്ചെന്നിരിക്കെ. എന്റെ കാലം കഴിഞ്ഞ എന്റെ കുട്ടി എന്താ ചെയ്യാ? കൊത്തിക്കീറില്ലേ ദുഷ്ടന്മാരവളെ. പേടിപ്പൂ ഞാൻ ചിറകിനുള്ളിൽ ഒളിച്ചു കാക്കും
ചാഞ്ചും ഓടാനുമില്ല തടയാനും ഇവൾക്കു ശേഷി. ആരോട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും, ആരേ മുടിച്ചുരുകൾ ചീകിയൊതുക്കി വയ്ക്കും, ആരേ അഴുക്കുകൾ എടുത്തിടും എന്നുമിന്റെ. കൊല്ലും ഞാൻ നിന്നെ, കൂടെ ഞാനും. ഇല്ല ഇല്ല, എനിക്കാവില്ല, എനിക്കാവില്ല. ഈശ്വരന്മാരെ, നിങ്ങളൊക്കെ എവിടെയാ? എവിടെയാ നിങ്ങളൊക്കെ? ഞാൻ എന്താ ചെയ്യാ? എന്റെ കുട്ടിയെ, എന്റെ കാലം കഴിഞ്ഞ എന്റെ കുട്ടി, ഞാൻ എന്താ ചെയ്യാ? കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി, അല്ലിൽ തനിച്ചിവിടെയമ്മ തപസ്സിരിപ്പൂ. വല്ലാതെ നോവരുത് വേവരുത് ഒന്നു മാത്രം, എല്ലാം മറക്കുമൊരുറക്കം ഇവൾക്ക് എനിക്കും. സമൂഹ മനസാക്ഷിയോട് ഏറെ നോവുന്ന ഒരു ചോദ്യത്തോടെ കവയത്രി ഈ കവിത ഉപസംഹരിക്കുകയാണ്. പക്ഷേ അമ്മേ, ഈ മകളെ കൊല്ലരുതേ എന്നു ചൊല്ലി ഈ അമ്മയുടെ തീരാവ്യാധിക്ക് ഒരു ഉത്തരം നൽകുവാൻ, ഇവൾക്കു നേരെ സ്നേഹഹസ്തങ്ങൾ നീട്ടുവാൻ ആരുണ്ട് നമുക്കിടയിൽ? ഞാൻ കണ്ട ചില ജീവിത കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കാം. ജാനകിയമ്മേ, ജാനകിയമ്മേ, ആരാ ആരാ നിങ്ങളൊക്കെ? അമ്മയുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം. യേശുവിനോടുള്ള സ്നേഹം ഇത് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈശ്വര, നേരാണോ ഇത്? മണിക്കുട്ടി, നീ പൊക്കോ, നീ പൊക്കോ ഇവരുടെ കൂടെ. ഇനി മുതല് നിന്റെ അമ്മ ഇവരാ. പൊക്കോ പൊക്കോ മണിക്കുട്ടി, പൊക്കോ. പിന്നെ എന്നും കുളിച്ചു കഴിയുമ്പോ ചാണ്ട് തൊടിയിക്കണം അവളെ. നിറങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടം. വെച്ചോളൂ. ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചിൻ്റെ മനോമുകുരത്തിൽ വിരിഞ്ഞ സ്നേഹസമൂഹം, അത് തിരുഹൃദയ സന്യാസിനി സമൂഹം. അനാഥരെയും പാവപ്പെട്ടവരെയും രോഗികളെയും സമൂഹം പിന്തുടരുന്ന ജീവിതങ്ങളെയും എല്ലാം ചേർത്ത് പിടിക്കാൻ, ഹൃദയം കൊണ്ട് അവർക്കായി ജീവിതമർപ്പിക്കാൻ സന്നദ്ധരായ തിരുഹൃദയ സമർപ്പിതർ. ഇനിയും അനേക അമ്മ മനസ്സുകൾക്ക് സ്വാതന്ത്ര്യമേകുവാൻ, അനേക ജീവിതങ്ങളെ നേരിൻ്റെ പാതയിൽ നയിക്കുവാൻ ഇവർക്കാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പകരം കൊടുക്കും ഞാൻ എൻ്റെ കർത്താവിന്, എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി. ഹൃദയത്തിൽ സ്നേഹമായി, അധരത്തിൽ പ്രാർത്ഥനയായി, കനിവൂറും ജീവിതമേകി മാർഗദീപമായി തിളങ്ങുന്നു. കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ, കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. തിരുഹൃദയ സഭ സ്ഥാപകൻ, തിരുസഭ തന്നജപാലകൻ,
കരകവിയും പാൽപുഞ്ചിരി പകർന്നേകും ധന്യൻ കദളിക്കാട്ടിലച്ചൻ. തിരുഹൃദയ സഭാസ്ഥാപകൻ തിരുസപതന്നജപാലകൻ കാരുണ്യം കരകവിയും പാൽപുഞ്ചിരി പകർന്നേകും ധന്യൻ കദളിക്കാട്ടിലച്ചൻ. സ്നേഹിച്ചും ദൈവഹിതം ആരാഞ്ഞും വിശുദ്ധിതൻ സൗരഭ്യമായി തിരുഹൃദയ മക്കൾക്കെന്നും ചൈതന്യദീപമായി. ദൈവത്തെ സ്നേഹിച്ചും ദൈവഹിതം ആരാഞ്ഞും വിശുദ്ധിതൻ സൗരഭ്യമായി തിരുഹൃദയ മക്കൾക്കെന്നും ചൈതന്യദീപമായി. കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ, എന്നെന്നും വിളങ്ങിടുന്ന ധന്യൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. സാഗരമായി സുഹൃതത്തിൻ നറുമലരായി സക്രാരിയിൽ അഭയം തേടി ഈശോയുടെ ഹൃദയത്തെ സ്നേഹിച്ചു ബലിയായി. നന്മയുടെ സാഗരമായി സുഹൃതത്തിൻ നറുമലരായി സക്രാരിയിൽ അഭയം തേടി ഈശോയുടെ ഹൃദയത്തെ സ്നേഹിച്ചു ബലിയായി. തീർന്നീടും ധന്യൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. കൃപയായി തീർന്നീടും ധന്യൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. എന്തു പകരം കൊടുക്കും ഞാൻ എൻ്റെ കർത്താവിന്, എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി. ഹൃദയത്തിൽ സ്നേഹമായി അധരത്തിൽ പ്രാർത്ഥനയായി കനിവൂറും ജീവിതമേകി മാർഗദീപമായി തിളങ്ങുന്നു കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമരായൻ. തിരുഹൃദയ സഭാസ്ഥാപകൻ തിരുസപതന്നജപാലകൻ കാരുണ്യം കരകവിയും പാൽപുഞ്ചിരി പകർന്നേകും ധന്യൻ കദളിക്കാട്ടിലച്ചൻ. തിരുഹൃദയ സഭസ്ഥാപകൻ തിരുസപതന്നജപാലകൻ കാരുണ്യം കരകവിയും പാൽപുഞ്ചിരി പകർന്നേകും ധന്യൻ കദളിക്കാട്ടിലച്ചൻ. ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, 1972 ഏപ്രിൽ 25 പാലായിൽ എടപ്പാടി എന്ന ഗ്രാമത്തിൽ കദളിക്കാട്ടിൽ ചെറിയാൻ റോസ ദമ്പതികളുടെ കൊച്ചു ഭവനത്തിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാവങ്ങൾ അലിയിച്ചു ചേർത്ത ഒരു കവിത പോലെ ഒരു കൊച്ചു കുഞ്ഞ്. അവനെ അവർ മത്തായി കുഞ്ഞ് എന്ന് വിളിച്ചു. അവൻ്റെ മുഖത്ത് അഭൗമിക തേജസ്, ദീനാനുകമ്പയുടെ നിറച്ചാർത്ത്. സ്വർഗത്തിൻ്റെ വിരലടയാളം പതിഞ്ഞ ആ ഹൃദയത്തെ ഈശോ തൻ്റെ ഇരിപ്പിടമാക്കി മാറ്റി.
തൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ ഓരോന്നായി ആ കൊച്ചു ഹൃദയത്തോട് ചേർത്ത് വച്ചു. ദൈവാശ്രയബോധം, ദീനാനുകമ്പ, പരിത്യാഗ മനോഭാവം, ശാന്തത തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട് അവനെ അലങ്കരിച്ചു. ഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനെ, തിരുഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനെ, ആകാശം പോലെ സ്നേഹം ചൊരിഞ്ഞ ദൈവദാസനാ ചൊരിഞ്ഞ ദൈവദാസനാ മത്തായിച്ച, തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാൻ. തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാൻ. തിരുഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനേ, പ്രഭതൂകും ദിവ്യതാരമേ, ദൈവീക സ്നേഹത്തിൻ സൂര്യ തേജസേ, കാരുണ്യപ്രഭതൂകും ദിവ്യതാരമേ, ദൈവീക സ്നേഹത്തിൻ സൂര്യ തേജസേ, ആകുലർക്കാശ്രയം ഭാരം വഹിക്കുന്ന മാനവർക്കെന്നെന്നും അത്താണിയും, ആകുലർക്കാശ്രയം ഭാരം വഹിക്കുന്ന മാനവർക്കെന്നെന്നും അത്താണിയും, തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാൻ. തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാൻ. തിരുഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനേ, സുവിശേഷ സന്ദേശവാഹകനായി തിരുഹൃദയ പ്രേഷിതനായി ജ്വലിച്ചവനേ, സുവിശേഷ സന്ദേശവാഹകനായി തിരുഹൃദയ പ്രേഷിതനായി ജ്വലിച്ചവനേ, സർവം സഹിച്ചവൻ സകലം ത്യജിച്ചവൻ, അങ്ങെന്നും ഞങ്ങൾ തൻ ശക്തി കേന്ദ്രം. സർവം സഹിച്ചവൻ സകലം ത്യജിച്ചവൻ, അങ്ങെന്നും ഞങ്ങൾ തൻ ശക്തി കേന്ദ്രം. തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാൻ. തവ മുൻപിൽ നിൽക്കുന്നു തനയങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി
തിരുഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനെ, തിരുഹൃദയ സ്നേഹത്താൽ എരിയുന്ന ജ്വാലയിൽ കാരുണ്യവർഷമായി രസിച്ചവനെ. ആകാശം പോലെ സ്നേഹം ചൊരിഞ്ഞ ദൈവദാസനാ മത്തായിച്ച, ആകാശം പോലെ സ്നേഹം ചൊരിഞ്ഞ ദൈവദാസനാ മത്തായിച്ച. തന മുൻപിൽ നിൽക്കുന്നു തനയർ ഞങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാം. തന മുൻപിൽ നിൽക്കുന്നു തനയർ ഞങ്ങൾ, അങ്ങ് തന്ന നന്മകൾക്കായി നന്ദിയേകാം. ഹലോ, ആ ചേട്ടായി സുഖമായിരിക്കുന്നു. ഹോ, അതെന്നാ പറയാനാ, പഴയ പോലെ തന്നെ അവസ്ഥ. ഇന്നലെയും കുടിച്ചിട്ടാ വന്നത്. ഒരു ചായക്ക് വേണ്ടി ഇത്രയും ബഹളം ഉണ്ടാക്കണം? നീ ആരെ വിളിച്ചിട്ടിരിക്കും എത്ര നേരം? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും. അത് നിങ്ങൾക്ക് എന്താ? എന്നെ വിളി, എന്റെ തൊന്നിച്ച് കാണിക്കാനാണോ? ആരെ വിളിച്ചേനാ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും. കാണിച്ചേ. ഇല്ല. കാണിക്കാൻ. ഇല്ലാന്ന്. ഇവിടെ കാണിക്കാൻ. ഇല്ലെന്ന് പറഞ്ഞു. കാണിക്കാൻ പറ്റില്ലേ? പപ്പ മമ്മി വഴക്കിടല്ലേ? നിൽക്കും അവിടുത്തെ. എന്റെ വേളാങ്കണ്ണി മാതാവി രണ്ടും കൂടി തുടങ്ങി. ഇവിടെ വന്ന് കയറിയ പിന്നെ തുടങ്ങിയത് ഈ വീടിന്റെ കഷ്ടകാലം. ഇതിന്റെ തലവട്ടം കണ്ടേ പിന്നെ ദേ തുടങ്ങി എന്റെ മോന്റെ കഷ്ടം പിടിച്ച കണ്ണുകൂടി രണ്ടും കൂടി. എന്റെ ദൈവം രാവിലെ നിന്ന് മിണ്ടാതിരുന്നൂടെ കുറച്ചു നേരം? തള്ള എന്റെ വായിരിക്കുന്നത് കേൾക്കരുത്. എന്നാ പറഞ്ഞ സാരില്ലമ്മേ, ഇതാ ഫോൺ. ഒന്ന് ഇറങ്ങിപ്പോടി, എന്റെ കൺപിടുത്ത് കണ്ടുപോരുത്. ഇവിടെ എന്താല്ലേ? ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നേ? മാറി നിക്കങ്ങോട്ട്. അമ്മേ ചായ. നീ ഉണ്ടായപ്പോ തൊട്ടാ അങ്ങേർക്ക് എന്നെ സംശയം തുടങ്ങിയത്. എന്റെ വിധി. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവളുടെ തലവട്ടം കണ്ടേ പിന്നെ തുടങ്ങിയതാ എന്റെ മോന്റെ കഷ്ടകാലം പിടിച്ച കള്ളുകൂടി. ഒന്ന് പോയി തരാമോ നിനക്ക്? ഞാൻ പോവാണ്, മടുത്തു, ഇനി ജീവിക്കണ്ട. ഞാൻ ജനിച്ചപ്പോ മുതലാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളെന്ന് അപ്പയും അമ്മയും അമ്മാമ്മയും പറയുന്നു. ഇനി ഈ ലോകത്തിൽ ഞാൻ വേണ്ട, ആരും എന്നെ അന്വേഷിക്കണ്ട, എല്ലാവരോടും യാത്ര പറയുകയാണ്. എന്തുണ്ട് വിശേഷങ്ങൾ? കൊറോണയൊക്കെ ആയതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കൊന്നും വരാൻ പറ്റാതെ ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്ത് ചെയ്യാനാ? അന്ന് സാരമില്ല, ഞാൻ കുറച്ച് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം വിശുദ്ധരുടെ ജീവചരിത്രങ്ങളാണ്. അതിനകത്ത് നിങ്ങൾ ആ പുസ്തകമൊക്കെ വായിച്ചിട്ട് ആ വിശുദ്ധർ ചെയ്തതുപോലെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടും. ഏതാഗ്രഹവും നടക്കും. അതുകൊണ്ട് പുസ്തകം കൊണ്ടുപോയി കേട്ടോ, വായിച്ചിട്ട് തിരിച്ചു തന്നാൽ മതി. ചേച്ചി പുതിയ വീടാണോ? അച്ഛൻ്റെ ആണല്ലോ. പ്രീസ്റ്റാണോ ചേച്ചി? ഞാൻ പോവാ. പ്രാർത്ഥന തുടങ്ങിയതിന്റെ പിള്ളേർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നന്മ നിറഞ്ഞവരെയുമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പ്രാർത്ഥനയുടെ ദീർഘയാമങ്ങൾ മുട്ടിന്മേൽ തന്നെ നിൽക്കുക മത്തായിയുടെ പതിവായിരുന്നു.
സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നീ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാ? ആ കറിയൊക്കെ എടുത്ത് അങ്ങ് കഴിക്കി. ഒന്നിലധികം വിഭവങ്ങൾ വിളമ്പിയാലും ഒരു കറി മാത്രം ഉപയോഗിച്ച് ഊണ് കഴിക്കുകയാണ് അച്ഛന്റെ പതിവ്. നിനക്ക് ഒരു കറി മതിയോ? അതെങ്ങനെയാ? വായ്ക്ക് രുചിയില്ലെന്ന് വെച്ചുണ്ടാക്കൂ. എന്ത് സുഖം, എന്ത് രസം, എന്റെ കിടക്കാൻ വരണം. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിഹാര ചൈതന്യം നിഴലിച്ചിരുന്നു. രാത്രിയിൽ മിക്കവാറും പലകപ്പുറത്താണ് അച്ഛൻ കിടന്നിരുന്നത്. ഈ കൊച്ചിത് എന്താ കാണിക്കുന്നത്? എന്റെ ഈശോയെ, ഇവൾക്കിത് എന്താ പറ്റിയേ? മത്തായി അച്ഛന്റെ പരിഹാര കൃത്യങ്ങൾ. ത്യാഗമനോഭാവത്തോടെ മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണത്തിൽ ലാളിത്യം പാലിക്കാൻ ഒരു കറി മാത്രം കൂട്ടി ചോറ് കഴിക്കുന്നു. ശാരീരിക സുഖത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി പലകപ്പുറത്ത് കരിങ്കൽ തലയണയായി ഉപയോഗിച്ച് കിടക്കുന്നു. ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾ. മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു കറി മാത്രം, അതും എനിക്കിഷ്ടമില്ലാത്തത് കൂട്ടി ഭക്ഷണം കഴിക്കും. മെറ്റൽ വിരിച്ച് പലകയിൽ തല വെച്ചുറങ്ങും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ അപ്പയും അമ്മയും വഴക്ക് നിർത്തി സ്നേഹത്തിലാണ്. അപ്പയും അമ്മയും എന്താ കരയുന്നേ? ഞങ്ങളോട് ക്ഷമിക്കും മോളെ. നീങ്ങിരിക്കമ്മ. പപ്പ പപ്പ എന്റെ കൂടെ ഒരിടം വരെ വരുമോ? ഇന്ന് വേണ്ട മോളെ, പിന്നെ പ്ലീസ് പപ്പ, പ്ലീസ് പപ്പ. വേണ്ട മോളെ, പറ്റില്ല. ഒത്തിരി പെൻഡിങ് വർക്കുണ്ട്. പിന്നെ പ്ലീസ് പിന്നെ ആവാം മോളെ. ഇച്ചായ മോള് പറയുന്നല്ലേ, നമുക്ക് പോവാം. അവളുടെ ഇഷ്ടല്ലേടാ, പോടാ. ശരി, നമുക്ക് പോവാം. നല്ലമ്മ. വിട്ട് 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 ഞാനും ഇരിക്കട്ടെ. ഇവക്കൊരേ നിർബന്ധം ഇവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന്, അതുകൊണ്ട് വന്നതാ. സിസ്റ്ററെ, ഈ എസിന്റെ ഫോട്ടോ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഈ എസിനെ ഞങ്ങൾ സിനിമയിൽ കണ്ടാണല്ലോ. ഞങ്ങളുടെ കൊണ്ടുവരാ. ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ഈ അച്ഛന്റെ സ്വപ്നങ്ങളാണ്. എങ്കിൽ വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. എന്നാ ശരി സിസ്റ്റർ. പോവാട്ടെ സിസ്റ്റർ. ഇച്ചായ, എത്ര നല്ല സേവനങ്ങളാണ് ഇവർ ചെയ്യുന്നത്.
पवित्र हृदय के संस्थापक धन्य फादर मैथ्यू, पवित्र हृदय के दास धन्य फादर मैथ्यू, पवित्र हृदय के संस्थापक धन्य फादर मैथ्यू। जयंती जयंती वर्ष है वर्ष 150 वर्ष की जयंती 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 वर्ष है वर्ष संस्थापक फादर मैथ्यू की। Come on and sing together from our hearts. Come on and dance together in a rhythm. Come on and sing together from our hearts. Come on and dance together in a rhythm. आभार भी पिता के ढके हैं हम सभी तेरे दास फादर मैथ्यू के सफल जीवन पर। साक्षी भक्त दास है पवित्र हृदय का याचना कर पिता अपनों के खातिर। जयंती जयंती वर्ष 150 वर्ष की जयंती 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 वर्ष है वर्ष संस्थापक फादर मैथ्यू की। Come on and sing together from our hearts. Come on and dance together in a rhythm. Come on and sing together from our hearts. Come on and dance together in a rhythm. करुणा में नम्र वीर यीशु की पवित्र प्रधारित हमारा तेरे पवित्र हृदय के समान। साक्षी भक्त दास बने पवित्र हृदय के मध्यस्थ करना ही धन्य पिता। पवित्र हृदय के दास धन्य फादर मैथ्यू, पवित्र हृदय के संस्थापक धन्य फादर मैथ्यू। जयंती जयंती वर्ष है वर्ष 150 वर्ष की जयंती 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 वर्ष है वर्ष संस्थापक फादर मैथ्यू की। Come on and sing together from our hearts. Come on and dance together in a rhythm. Come on and sing
താപസനാം ധന്യ വന്ദനമരുളുന്നു. വിശ്വാസികളങ്ങേ സവിധേ അണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. താപസനാം ധന്യ വന്ദനമരുളുന്നു. വിശ്വാസികളങ്ങേ സവിധേ അണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. യാമം തോറും പ്രാർത്ഥനയോടെ ആത്മാവിൽ സുസ്നേഹ സുമങ്ങൾ വിടർത്തിയ ധന്യാത്മാവേ. യാമം തോറും പ്രാർത്ഥനയോടെ ആത്മാവിൽ സുസ്നേഹ സുമങ്ങൾ വിടർത്തിയ ധന്യാത്മാവേ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. താപസനാം ധന്യ വന്ദനമരുളുന്നു. വിശ്വാസികളങ്ങേ സവിധേ അണയുന്നു. തിരുവചനം തൻ ധനമായി കരുതി പ്രിയതാതൻ ദൈവാശ്രയബോധം ഉള്ളിൽ നിറച്ചൊരു നിധിയായി. തിരുവചനം തൻ ധനമായി കരുതി പ്രിയതാതൻ ദൈവാശ്രയബോധം ഉള്ളിൽ നിറച്ചൊരു നിധിയായി. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. താപസനാം ധന്യ വന്ദനമരുളുന്നു. വിശ്വാസികളങ്ങേ സവിധേ അണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. തിരുഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ
വന്ദനം വന്ദനം യേശുവിൻ തിരുഹൃദയ പൂവനീകയൻ ജനനി യേശുവിൻ തിരുഹൃദയ പൂവനീകയൻ ജനനി വന്ദനം വന്ദനം സ്നേഹസേവന കർമ്മഭൂമി സാധുജന സേവന നിരത ജനനി സാധുജന സേവന നിരത ജനനി നിന്റെ സൗഹൃദം ഹർഷദായകം നിന്റെ ഹൃത്തുതാൻ എൻ്റെ ജീവനും നിന്റെ സൗഹൃദം ഹർഷദായകം നിന്റെ ഹൃത്തുതാൻ എൻ്റെ ജീവനും വന്ദനം വന്ദനം നിൻ ജനകൻ മാത്യുവച്ചൻ സ്നേഹപൂർവകം നൽകിടുന്ന ഛായയിൽ വളർന്നുമേവിടൂ നിൻ ജനകൻ മാത്യുവച്ചൻ സ്നേഹപൂർവകം നൽകിടുന്ന ഛായയിൽ വളർന്നുമേവിടൂ വാടുകില്ല കൊഴിയുകില്ല നിന്റെ പൂവുകൾ വാടുകില്ല കൊഴിയുകില്ല നിന്റെ പൂവുകൾ യേശുനാഥനെ കിടട്ടെ ദേ അനുഗ്രഹം യേശുനാഥനെ കിടട്ടെ ദേ അനുഗ്രഹം